നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സിസ്റ്റർ അഭയ കേസിൽ ഫാദർ തോമസും കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാർ. വിധിച്ചത് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും നിലനിൽക്കുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി K. സനൽകുമാർ. അഭയ കേസ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. വിധി പറഞ്ഞത് 28 വർഷങ്ങൾക്ക് ശേഷം. കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞ സിസ്റ്റർ സെഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. താൻ നിരപരാധിയാണെന്ന് ഫാദർ തോമസും കോട്ടൂർ. ദൈവത്തിൽ വിശ്വാസമുണ്ട്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പ്രതികരണം. ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. കോടതി വിധി കോടതിയുടെ വിലയിരുത്തൽ തെറ്റായെന്ന് തോന്നുന്നു. എനിക്കറിയാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവമാണ് എന്റെ കാവൽക്കാരൻ. ദൈവമാണ് ദൈവം എന്റെ കൂടെ ഉണ്ട്. ദൈവം ഫാദറിന്റെ കൂടെ എന്നുള്ളതാണോ? പ്രതികളെ ഇരുവരെയും ജയിലിലേക്ക് മാറ്റി. സിസ്റ്റർ സെഫി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ, ഫാദർ തോമസും കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ജയിലിലേക്ക് മാറ്റിയത് കോവിഡ് പരിശോധനയ്ക്ക് ശേഷം. ദൈവത്തിന് നന്ദിയെന്ന് അഭയയുടെ കുടുംബം. കോടതിയോടും നന്ദിയുണ്ട്. വൈകിയെങ്കിലും നീതി കിട്ടിയെന്നും കുടുംബം. മൂന്ന് പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിന്റെ വിജയമെന്ന് ആക്ഷൻ കൌൺസിൽ കൺവീനറായിരുന്ന ജോമോൻ പുത്തൻപുരയ്ക്കൽ. വിധിയോടെ ജുഡീഷ്യറിയിൽ വിശ്വാസം വർദ്ധിച്ചു. കോടതിയെ വിലക്കെടുക്കാൻ ആകില്ല എന്ന് വിധി തെളിയിച്ചു. അടയ്ക്ക രാജുവിന്റെ രൂപത്തിൽ ദൈവം ദൃക്സാക്ഷിയായി വന്നുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇത്. ഈ കേരളത്തിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിജയമാണ്. ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുക്കാമെന്ന് ചിലർ ധരിച്ചു. ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിന് വേണ്ടി നടന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. 23 കാര്യങ്ങൾ എനിക്കെതിരെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതെല്ലാം സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. കുഞ്ഞിന് നീതി കിട്ടിയെന്ന കേസിലെ പ്രധാന സാക്ഷി അടയ്ക്ക രാജുവിന്റെ പ്രതികരണം. ഒരുപാട് പേർ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പണവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 1 രൂപ പോലും തനിക്ക് വേണ്ട എന്നും രാജു. വിധി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ എൻ്റെ കുഞ്ഞായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് കിട്ടുന്ന ആ നീതി എപ്പോഴും കിട്ടണം. അത് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റിൽ നിന്ന് എല്ലാവരും ഇതൊരു പാഠമായിട്ട് അത് പഠിച്ചിരിക്കണം. പരമാവധി എന്തായാലും ചീട്ട കൊടുക്കുക. അവരെ തൂക്കാലും കൊടുത്താലും കുഴപ്പമില്ല. അവർ തൂക്കിക്കളഞ്ഞേക്കും, എന്നാലും വേണ്ടിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ട ആൾക്കാരാണ്. ഇഷ്ടം പോലെ പൈസ ഓവറുണ്ട്. എനിക്ക് വേണ്ട, ആ കാശ് വേണ്ട. ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിൻ്റെ കാശ് എനിക്ക് വേണ്ട. ഞാൻ ഇഷ്ടം പോലെ കാശിന് ഞാൻ പണിയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് അത് എൻ്റെ കുഞ്ഞുങ്ങളോട് അനുഭവിക്കേണ്ട ആ ശിക്ഷ അത് നമുക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഇതാ, നീതി. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ലേ, എനിക്കത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് അഭയയുടെ അധ്യാപിക ത്രേസ്യാമ്മ. അനുയോജ്യമായ ശിക്ഷ കോടതി വിധിക്കുമെന്നാണ് പ്രതീക്ഷ. നടന്നത് ക്രൂരമായ കൊലപാതകമെന്നും ത്രേസ്യാമ്മ. വളരെ സന്തോഷം. ദൈവം നീതി പ്രവർത്തിച്ച് ആ നീതിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ആത്മാവിൻ്റെ നീതി നേടിക്കൊടുക്കുകയാണ് ദൈവം കോടതിയിലൂടെ പ്രവർത്തിച്ചത്. അത് കോടതി തീരുമാനിക്കും, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടല്ലോ കോടതിക്ക്. അപ്പോൾ കോടതി തന്നെ അതിന് വേണ്ട ശിക്ഷ കൊടുക്കും. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് CBI മുൻ ഡിവൈഎസ്പി വർഗീസ് പി തോമസ്. സത്യം സത്യമായി തെളിയണം എന്നാഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സത്യം തെളിഞ്ഞുവെന്നും വർഗീസ് പി തോമസ്. സത്യം തെളിയാൻ വലിയ വില നൽകേണ്ടി വന്നുവെന്ന് മുൻ ഡിവൈഎസ്പി വർഗീസ് പി തോമസ്. 10 വർഷം സർവീസ് ഉള്ളപ്പോൾ CBIയിൽ നിന്ന് VRS എടുക്കേണ്ടി വന്നു. തെറ്റ് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജോലി ഉപേക്ഷിച്ചത് എന്നും പ്രതികരണം. സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ണ് നനഞ്ഞത്. രാജിവെച്ചത് ഈ കേസ് കൊണ്ട് തന്നെ. സമ്മർദ്ദത്തിന് അടിപ്പെടാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. സത്യം സത്യമായിട്ട് തെളിയണം. അതിപ്പോൾ മേലുദ്യോഗസ്ഥൻ ആരായാലും ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെ വ്യതിചരിച്ചൊരു സ്റ്റെപ്പ് എടുക്കുകയും അത് എൻ്റെക്ക് സത്യമെന്ന് തോന്നുന്നത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ് നിർബന്ധിച്ചാൽ ഞാൻ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്.
അഭയ കേസിൽ കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര. പ്രതികളെ രക്ഷിക്കാൻ കഴിഞ്ഞ 28 വർഷമായി സഭാ നേതൃത്വം നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. ഇന്നുപോലും വിശുദ്ധ കുർബാന അർപ്പിച്ചത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും സിസ്റ്റർ ലൂസി. നിയമസഭാ സമ്മേളനം അനിശ്ചിതത്വത്തിൽ. സഭ ചേരുന്നതിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ. സഭ ചേരേണ്ട അടിയന്തര സാഹചര്യം എന്തെന്ന് ഗവർണറുടെ ചോദ്യം. ഗവർണർക്ക് സർക്കാരിന്റെ മറുപടി. കർഷകരെ ബാധിക്കുന്ന വിഷയമെന്ന് സർക്കാരിന്റെ വിശദീകരണം. സർക്കാർ പ്രത്യേക സഭാ സമ്മേളനം കാർഷിക നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. സംസ്ഥാനത്തെ ബാറുകൾ തുറന്നു. ബിയർ വൈൻ പാർലറുകൾ ഉൾപ്പെടെ എല്ലാ മദ്യവിൽപ്പനശാലകളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നു. ബാറുകൾ തുറന്നത് 9 മാസങ്ങൾക്ക് ശേഷം. മദ്യശാലകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് കർശന നിർദ്ദേശം. ഒരു മേശയിൽ 2 പേർ മാത്രം. സാനിറ്റൈസറും പനി പരിശോധനയും നിർബന്ധം. കൂട്ടുകൂടരുത്. സുരക്ഷിത അകലം പാലിക്കണമെന്ന് നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ എക്സൈസ് ആരോഗ്യ വകുപ്പുകളുടെ പരിശോധന. ബാറുകൾക്കൊപ്പം ബിയർ വൈൻ പാർലറുകളുടെയും കള്ളുഷാപ്പുകളുടെയും പ്രവർത്തനം പഴയപടിയാകും. ബെവ്കോ ഔട്ട്ലെറ്റുകൾ രാത്രി 9 മണിവരെ തുറന്നിരിക്കും. ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ കച്ചവടം വർദ്ധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനത്തിന് കൊല്ലത്ത് തുടക്കം. മതമേലധ്യക്ഷന്മാരും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. പ്രതിനിധികൾ എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം കൂടുതൽ മികവോടെ തുടരുമെന്ന് മുഖ്യമന്ത്രി. ഒന്നും നടക്കില്ല എന്ന അനുഭവം കേരളത്തിൽ മാറിയെന്നും യോഗത്തിൽ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ജില്ലാതല സമ്പർക്ക പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് NSS. കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. സംഘടനയുടെ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ആണ് ബഹിഷ്കരണമെന്ന് ഭാരവാഹികൾ. മുഖ്യമന്ത്രി വൈകിട്ട് പത്തനംതിട്ടയിലെ പരിപാടിയിലും പ്രമുഖരുമായി സംവദിക്കും. പ്രമുഖരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുക. നിർദ്ദേശങ്ങൾ പരിഗണിച്ച്. പര്യടനം ഡിസംബർ 30-ന് ആലപ്പുഴയിൽ അവസാനിക്കും. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കേസ് എടുക്കാനാകില്ല എന്ന് പോലീസ്. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മാരാരിക്കുളം പോലീസ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് FIR ഉണ്ട്. IG-യുടെ കീഴിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ഗുരുവായൂരിലും മുരളീധരൻ അനുകൂല ബോർഡുകൾ. ബോർഡിൽ K മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം. ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് കിഴക്കേ നടയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് തല യോഗങ്ങൾ ചേർന്നു. കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. നാളെ മുതൽ ജില്ലാതല അവലോകന യോഗങ്ങൾ KPCC ആസ്ഥാനത്ത്. കോൺഗ്രസിന്റെ നേതൃതലത്തിൽ മാറ്റം വേണമോ എന്ന് AICC തീരുമാനിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. ഉമ്മൻചാണ്ടിക്ക് പ്രവർത്തിക്കാൻ പദവികൾ ആവശ്യമില്ല. അദ്ദേഹം നേതൃതലത്തിൽ സജീവമാണെന്നും മാറി നിന്നിട്ടില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ്. കാസർഗോഡ് വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗുകാർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച സംഭവത്തിൽ 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ഹൊസ്ദുർഗ് പോലീസ്. വധശ്രമം, വീട് കയറി അക്രമം, മാരകായുധങ്ങളുമായി അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. നഗരസഭാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ സജീവം. പാലക്കാട് ജില്ലയിലെ 7 നഗരസഭകളിൽ 5-ിടത്തും CPM-ന് അധ്യക്ഷ സ്ഥാനം. ഷൊർണൂരിൽ ജയപ്രകാശ് അധ്യക്ഷനായേക്കും. പാലക്കാട് നഗരസഭയിൽ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, C കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ, ബേബി എന്നിവരുടെ പേരുകൾ. ഡിസംബർ 25-ന് മുൻപ് ഔദ്യോഗിക പ്രഖ്യാപനമെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ ഫായിദ ബഷീർ അധ്യക്ഷയാകാൻ സാധ്യത. LDF-ന് ഭരണം ലഭിച്ച പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസ് വിമതൻ TP ഷാജി വൈസ് ചെയർമാനായേക്കും. ഭരണം ലഭിച്ച 4 പഞ്ചായത്തുകളും 2020-ക്ക് വനിതാ പ്രസിഡന്റുമാർ. കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകളിൽ ജനറൽ ആയിരുന്നിട്ടും
വനിതകൾ തലപ്പത്ത്, കുന്നത്തുനാട് ഒഴികെ മറ്റു 3 ഇടങ്ങളിലും വനിതകൾ തന്നെ വൈസ് പ്രസിഡന്റുമാണ്. 4 പഞ്ചായത്തുകളിലെ 12 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ 9 പേരും സ്ത്രീകൾ. 20-ൽ 16 പദവികളിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം. സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദവി നൽകിയത് എന്ന് 2020-യുടെ പ്രസിഡന്റ് സാബു എം ജേക്കബ്. വനിതകളെ പ്രസിഡന്റ് പദവിയിൽ നിയമിച്ചത് പഞ്ചായത്തുകളുടെ ഭരണ നിയന്ത്രണം സാബു എം ജേക്കബിന് എളുപ്പമാക്കാനെന്ന് മറ്റു മുന്നണികൾ. CK ജാനു അധ്യക്ഷയായുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പൊട്ടിത്തെറി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സതീഷ് പാറന്നൂർ. LDF-ഉമായുള്ള ബന്ധം വിടാൻ JRP സംസ്ഥാന സമിതിയിൽ തീരുമാനം. LDF-ൽ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ വിലയിരുത്തൽ. സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനം. ഈ മാസം 15-ന് കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമിതി യോഗത്തിലെ മിനിറ്റ്സിന്റെ പകർപ്പ് ന്യൂസ് 18. CK ജാനു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ അന്വേഷിക്കാൻ 3-അംഗ സമിതി. ജാനു പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആരോപണം. പാർട്ടിയിൽ കൂടിയാലോചിക്കാതെ യാത്രകൾ നടത്തുകയാണ് എന്ന ആരോപണത്തിലും അന്വേഷണം. കാർഷിക നിയമത്തിനെതിരെ ആളിക്കത്തി കർഷക പ്രതിഷേധം. റിലേ നിരാഹാര സമരം തുടരുന്നു. നിയമം പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചു കർഷകർ. കേന്ദ്ര സർക്കാരിനെതിരെ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് താൽപര്യമില്ല. മുൻവിധിയോടെയാണ് സർക്കാർ സമീപിക്കുന്നത് എന്നും ആരോപണം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ആരംഭിച്ച അഖിലേന്ത്യാ കിസാൻ സഭയുടെ കർഷക മാർച്ച് തുടരുന്നു. 1200-ലധികം കിലോമീറ്ററുകൾ പിന്നിട്ട് മറ്റന്നാൾ രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിൽ എത്തിച്ചേരും. മാർച്ച് നയിക്കുന്നത് കിസാൻ സഭ പ്രസിഡന്റ് അശോക് ധാവ്ലെ, ജോയിന്റ് സെക്രട്ടറി KK രാകേഷ് MP തുടങ്ങിയവർ. കർഷക പ്രക്ഷോഭത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം അപലപനീയമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷമാണ് എന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം. കോൺഗ്രസ് സമരത്തിന്റെ മുൻനിരയിൽ ഇല്ല എന്ന ഇടതുമുന്നണിയുടെ പ്രചാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും കൊടിക്കുന്നിൽ. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF-ന്റെ രാജ്ഭവൻ മാർച്ച്. മാർച്ചിൽ UDF നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. മാർച്ചും ധർണയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ വെട്ടിക്കുറച്ച് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. നിർത്തലാക്കിയത് ന്യൂറോ അടക്കം കൂടുതൽ ചികിത്സാ ചെലവ് വരുന്ന സൗജന്യ ചികിത്സ. ശസ്ത്രക്രിയ അടക്കം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഇനി സൗജന്യമായി ലഭിക്കില്ല. ഹൃദയ വിഭാഗത്തിലെ ചികിത്സ മുടങ്ങില്ല. പ്രതിസന്ധിയായത് കാസ് പദ്ധതി വഴിയുള്ള കുടിശ്ശിക ലഭിക്കാത്തതും സംസ്ഥാന സർക്കാരുമായി പുതിയ കരാറിൽ എത്താത്തതും. സൗജന്യ ചികിത്സ നൽകിയിരുന്നത് കാസ് പദ്ധതിയിൽ അംഗങ്ങളായ APL, BPL വിഭാഗത്തിൽ ഉള്ളവർക്കും താലോലം പദ്ധതിയിൽ ഉൾപ്പെട്ട BPL കുടുംബത്തിലെ കുട്ടികൾക്കും. കാസ് പദ്ധതി പ്രകാരം ചികിത്സാ ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കുന്നു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കാങ്കി രഥഘോഷയാത്ര തുടങ്ങി. രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ യാത്ര അവസാനിക്കും. തങ്കാങ്കി ഘോഷയാത്ര വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പമ്പയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ ദേവസ്വം അധികൃതർ ആചാരപരമായി സ്വീകരിക്കും. വൈകിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കാങ്കി ചാർത്തി ദീപാരാധന നടക്കും. മണ്ഡലപൂജ 26-ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ തീരുമാനം. വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം 3000 പേരെ അനുവദിക്കും. ചോറൂണൊഴികെ മറ്റ് വഴിപാടുകൾ നടത്താം. ആലുവ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം ഡിസംബർ 29 മുതൽ ജനുവരി 9 വരെ. ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു ദിവസം ക്ഷേത്രത്തിൽ ദർശിക്കാൻ 1500 പേർക്ക് അനുമതി. പ്രവേശനം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരുന്നവർക്ക് മാത്രം. കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച അച്ഛൻ അറസ്റ്റിൽ. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സുനിൽകുമാറാണ് അറസ്റ്റിലായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. കുട്ടികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.
ഇടപെടൽ പൊതുജനങ്ങൾ വീഡിയോ അയച്ച് നടപടി ആവശ്യപ്പെട്ടതിനാലെന്ന് പോലീസ്. പ്രതികളെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ദൃശ്യങ്ങൾ കണ്ട് ചിലർ നൽകിയ സൂചനകളിൽ നിന്നുമാണ് പ്രതിയെ കണ്ടെത്തിയത് എന്നും പോലീസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജപ്തിക്കിടെ ഗൃഹനാഥന്റെ ആത്മഹത്യാശ്രമം. ഗുരുതരമായ പൊള്ളലേറ്റ വെൺപകൽ സ്വദേശി രാജനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യ തടയാൻ ശ്രമിച്ച ഭാര്യ അമ്പിളിക്കും പൊള്ളലേറ്റു. തൃശൂർ ജില്ലയിലെ 5ഇടങ്ങളിൽ NIA റെയ്ഡ്. പരിശോധന ചാവക്കാട്, അടുത്തിരുത്തി, പാലുവായ്, വടക്കേക്കാട്, കച്ചേരിപ്പടി, പുന്നയൂർ, എടക്കര, മിനി സെന്റർ എന്നിവിടങ്ങളിൽ റെയ്ഡ്. പ്രവാസികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പഴയ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് വിവരം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ നാഗേഷ് കൺസൾട്ടൻസി ഉടമ BV നാഗേഷിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. BV നാഗേഷിന് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ല എന്ന് ഹൈക്കോടതിയെ അറിയിച്ച വിജിലൻസ്. നാഗേഷിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം 18-ന്. വാഗമൺ ക്ലിഫ് ഇൻ റിസോർട്ടിൽ ലഹരിമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തവരുടെ വൈദ്യ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. പാർട്ടിയിൽ പങ്കെടുത്തത് 58 പേർ. ഇതിൽ സംഘാടകരായ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളുമായി പാർട്ടിയിൽ പങ്കെടുത്തവർക്കുള്ള ബന്ധവും പരിശോധിക്കും. വകഭേദ വൈറസിന്റെ വ്യാപന പശ്ചാത്തലത്തിൽ ലോകത്താകെ ജാഗ്രത. ബ്രിട്ടനിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി 40-ലേറെ രാജ്യങ്ങൾ. ഇറ്റലി, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലും വൈറസിന്റെ പുതിയ വകഭേദം. പുതിയ സാഹചര്യം വിലയിരുത്തി വരികയാണ് എന്ന് ലോകാരോഗ്യ സംഘടന. ലോകത്ത് കോവിഡ് ബാധിതർ 7.25 കോടി കടന്നു. മരണം 17 ലക്ഷം പിന്നിട്ടു. കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ബൈഡൻ വാക്സിൻ സ്വീകരിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്ത ടെലിവിഷനുകൾ. വാക്സിൻ സുരക്ഷിതമാണെന്ന് അമേരിക്കക്കാർക്ക് ഉറപ്പ് നൽകാനാണ് നടപടിയെന്ന് ബൈഡൻ. രാജ്യത്ത് കോവിഡ് വാക്സിനേഷന് തുടക്കം കുറിച്ച ട്രംപ് ഭരണകൂടത്തെ അഭിനന്ദിച്ച് ബൈഡൻ. ഭരണത്തിലേറി 100 ദിവസത്തിനകം 10 കോടി പേരിൽ കോവിഡ് വാക്സിനേഷൻ ലക്ഷ്യം. കോവിഡ് ബാധിതയായ കവയത്രി സുഗതകുമാരി ഗുരുതരാവസ്ഥയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. ശ്വസന പ്രക്രിയ പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തിൽ. സുഗതകുമാരിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനവും തകരാറിൽ. മരുന്നുകളോട് തൃപ്തികരമായി പ്രതികരിക്കുന്നില്ല എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ്മദ്. കവയത്രി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ. കോവിഡിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് BM സുധീരനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ. മഹാരാഷ്ട്രയിലെ എല്ലാ മുനിസിപ്പാലിറ്റി പരിധികളിലും ഇന്ന് രാത്രി മുതൽ കർഫ്യൂ രാത്രി 11 മുതൽ രാവിലെ 6 മണി വരെ. ജാഗ്രതാ നിർദ്ദേശം ബ്രിട്ടനിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ. മഹാരാഷ്ട്രയിലെ കർഫ്യൂ അടുത്ത മാസം 5 വരെ തുടരും. യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും നിർദ്ദേശം ബാധകം. ജമ്മുകാശ്മീർ ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഗുപ്കർ സഖ്യത്തിന് മുന്നേറ്റം. ആകെയുള്ള 280 സീറ്റുകളിൽ 209 ലീഡ് നില പുറത്തുവന്നപ്പോൾ 88 സീറ്റുകളിൽ സഖ്യം മുന്നേറുകയാണ്. നാഷണൽ കോൺഫറൻസും ജമ്മുകാശ്മീർ PDPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ അടങ്ങുന്നതാണ് ഗുപ്കർ സഖ്യം. BJP 45 സീറ്റുകളിൽ മുന്നിൽ. കോൺഗ്രസ് 21 സീറ്റിലും ലീഡ് ചെയ്യുന്നു. 20 ജില്ലകളിലെ 14 വീതം സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തുകളഞ്ഞതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്. സിദ്ദീഖ് കാപ്പനെ മോചിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഭാര്യ റെയ്ഹാനത്ത്. ചെയ്യാത്ത തെറ്റിനാണ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. നീതി ലഭിക്കാൻ മാധ്യമപ്രവർത്തകർ ഒപ്പമുണ്ടാകണം എന്നും റെയ്ഹാനത്ത്. ബംഗാളിൽ BJP MPയുടെ ഭാര്യ തൃണമൂൽ കോൺഗ്രസിൽ. യുവമോർച്ച പശ്ചിമബംഗാൾ അധ്യക്ഷൻ കൂടിയായ സൗമിത്ര ഖാന്റെ ഭാര്യ സുജാത മോണ്ടൽ ഖാൻ തൃണമൂൽ കോൺഗ്രസിൽ. നീക്കം തൃണമൂൽ നേതാക്കളെ കൂട്ടത്തോടെ പാർട്ടിയിലെത്തിക്കാൻ BJP ശ്രമിക്കുന്നതിനിടെ. BJP വിട്ട സുജാത മോണ്ടലിന്റെ നടപടി വലിയ തെറ്റാണ് എന്ന് സൗമിത്ര ഖാൻ MP. വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമെന്നും പ്രതികരണം.
മുൻ ഇന്ത്യൻ താരം സുരേഷ് റെയ്ന മുംബൈയിൽ അറസ്റ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ക്ലബിലെ പാർട്ടിയിൽ പങ്കെടുത്തതിന്. പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായവരിൽ ഗായകൻ ഗുരു രൺധാവയും ബോളിവുഡ് താരം സുസൈൻ ഖാനും. മൂവരെയും ജാമ്യം നൽകി വിട്ടയച്ചു. ആദ്യ ടെസ്റ്റിലെ ഇന്ത്യയുടെ മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ദ്രാവിഡിനെ ഓസ്ട്രേലിയയ്ക്ക് അയക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി BCCI. ടീമിന്റെ പ്രകടനത്തിൽ സന്തുഷ്ടരല്ല എങ്കിലും ആരും ഓസ്ട്രേലിയയിലേക്ക് തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് BCCIയുടെ നിയുക്ത വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല. രണ്ടാം ഇന്നിംഗ്സിൽ പറ്റിയ പിഴവ് ഇന്ത്യൻ താരങ്ങൾ മറികടക്കുമെന്നും BCCI. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജ ഇടം പിടിച്ചേക്കും. പരിക്ക് പൂർണ്ണമായും ഭേദമായാൽ ഹനുമ വിഹാരിക്ക് പകരക്കാരൻ ആയാകും ജഡേജ എത്തുക. ഡിസംബർ 26 മുതൽ മെൽബണിലാണ് രണ്ടാം ടെസ്റ്റ്. രണ്ടാം ടെസ്റ്റിൽ പൃഥ്വി ഷോയ്ക്ക് പകരം KL രാഹുലിനെ ഓപ്പണറാക്കണം എന്ന് സുനിൽ ഗാവസ്കർ. ശുഭ്മാൻ ഗില്ലിനെ മധ്യനിരയിൽ കളിപ്പിക്കണം. തുടക്കം നന്നായാൽ ഇന്ത്യ മുന്നേറും എന്നും ഗാവസ്കർ. IPL പുതിയ സീസണിൽ കൂടുതൽ ടീമുകൾ ഉണ്ടാകില്ല. പുതിയ ടീമുകളെ ഉൾപ്പെടുത്തുക 2022 മുതൽ മാത്രമെന്ന് BCCI വൃത്തങ്ങൾ. 24 ചേർന്ന BCCI യോഗത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. ജാക്വിസ് കാലിസ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് കോച്ച്. ശ്രീലങ്കയ്ക്കെതിരെ അടുത്ത മാസം ആരംഭിക്കുന്ന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിട്ടാണ് തീരുമാനം. ടീമിന്റെ സഹപരിശീലകൻ ഗ്രഹാം തോർപ്പ് ശ്രീലങ്കൻ പര്യടനത്തിന് ഉണ്ടാകില്ല. ദക്ഷിണാഫ്രിക്കയുടെ താൽക്കാലിക ടെസ്റ്റ് ക്യാപ്റ്റൻ മാത്രമാണ് താനെന്ന് ക്വിന്റൻ ഡിക്കോക്ക്. ഈ സീസണിൽ മാത്രമേ താൻ നായകസ്ഥാനത്ത് ഉണ്ടാകൂ. ക്യാപ്റ്റനാകാൻ ഏറ്റവും യോഗ്യനായ ആളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ക്വിന്റൻ ഡിക്കോക്ക്. ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മൂന്നാം T20 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാവിലെ 11:30 മുതൽ നേപ്പിയറിലാണ് പോരാട്ടം. ആദ്യ 2 കളികളും ജയിച്ച ന്യൂസിലാൻഡ് പരമ്പര നേടിയിരുന്നു. ന്യൂസിലാൻഡിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള പാകിസ്ഥാൻ ടീമിൽ ക്യാപ്റ്റൻ ബാബർ അസം ഇല്ല. ഓപ്പണർ ഇമാം ഉൽ ഹക്കിനെ ഒഴിവാക്കി. കൈവിരലിന് ഏറ്റ പരിക്കാണ് ഇരുവർക്കും തിരിച്ചടിയായത്. അസമിന്റെ അഭാവത്തിൽ മുഹമ്മദ് റിസ്വാൻ ടീമിനെ നയിക്കും. ISLൽ നിന്ന് ഒഡീഷ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ ഗോവയിലെ GMC സ്റ്റേഡിയത്തിൽ. പോയിന്റ് പട്ടികയിൽ നോർത്ത് ഈസ്റ്റ് 4ാമത്, ഒഡീഷ ഏറ്റവും പിന്നിൽ. സംസ്ഥാനത്ത് വീണ്ടും ബാങ്ക് തട്ടിപ്പ്. എഴുത്തുകാരി സാറാ ജോസഫിന്റെ മരുമകൻ ശ്രീനിവാസന്റെ അക്കൗണ്ടിൽ നിന്നും 20,25,000 രൂപ തട്ടിയെടുത്തു. തട്ടിപ്പ് BSNL സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ബാങ്ക് വിവരങ്ങൾ ചോർത്തി. പരാതിപ്പെട്ടിട്ടും ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തണുപ്പൻ പ്രതികരണമെന്ന് സാറാ ജോസഫ്. ബാങ്ക് അറിയാതെ തട്ടിപ്പ് നടക്കില്ല എന്നും സാറാ ജോസഫ്. പണം തട്ടിയെടുത്തത് കാനറ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. ഇടുക്കി ചക്കുവള്ളം മാങ്കവല എസ്റ്റേറ്റിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. നായാട്ടിനിടെ വെടിവെച്ചത് എന്ന് പ്രാഥമിക നിഗമനം. എസ്റ്റേറ്റ് സൂപ്രണ്ട് കസ്റ്റഡിയിൽ. കണ്ണൂർ ആദികടലായയിൽ കളിക്കുന്നതിനിടെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ആദികടലായ സ്വദേശികളായ മുഹമ്മദ് ഷറഫ് ഫാസിൽ, മുഹമ്മദ് റിനാദ് എന്നിവർ. ഇരുവരും തിരയിൽപ്പെട്ടത് ഇന്നലെ ബീച്ചിലെ അഴിമുഖത്ത് ഫുട്ബോൾ കളിക്കിടെ. വയനാട്ടിലെ മധ്യവയസ്കന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. കമ്പളക്കാട് പറളിക്കുന്നിലെ ലത്തീഫാണ് കൊല്ലപ്പെട്ടത്. രണ്ടാം ഭാര്യ ജസ്ന, സഹോദരൻ ജംഷാർ എന്നിവരെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടുകൾ കൊലപാതകത്തിന് കാരണമായി. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ്. ഇടുക്കി രാമക്കൽ മേട്ടിലെ രാമക്കല്ലിൽ നിന്നും 500 അടി താഴ്ചയിലേക്ക് ചാടി വയോധികൻ ആത്മഹത്യ ചെയ്തു. നെടുങ്കണ്ടം കൂട്ടാർ പേനാമ്പറമ്പിൽ രാജശേഖരൻ പിള്ളയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു പറഞ്ഞതിനു ശേഷം രാമക്കല്ലിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തു നിന്ന് അടിവാരത്തേക്ക് ചാടുകയായിരുന്നു. കാസർഗോഡ് കോസ്റ്റൽ പോലീസ് നടത്തിയ സംയുക്ത പെട്രോളിംഗിൽ അനധികൃതമായ മത്സ്യബന്ധനം നടത്തുന്ന കർണാടക ബോട്ട് പിടികൂടി. നിരോധിച്ച ലൈറ്റ് കത്തിച്ചുള്ള മീൻപിടുത്തം നടത്തിയ ബോട്ടാണ് പിടികൂടിയത്. മംഗലാപുരം സ്വദേശി സക്കീറിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ബോട്ട്. സംഘത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ PV സതീശൻ. കോഴിക്കോട് പന്തീരാങ്കാവിൽ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ യുവാക്കൾക്കായി അന്വേഷണം ഊർജിതം. പട്ടാപ്പകൽ മോഷണം നടന്നത് KK ജ്വല്ലറിയിൽ. 2 പവനും 1.5 പവനും വരുന്ന 2 മാലകളാണ് മോഷ്ടിച്ചത്.
അന്നം തരുന്നവരുടെ അതിജീവന പോരാട്ടം ആഴ്ചകൾ പിന്നിടുമ്പോൾ അണയാത്ത ആവേശവുമായി മുന്നണിയിലുണ്ട് പ്രായത്തിന്റെ അവശതകൾ തീണ്ടാത്ത പോരാളികൾ. സ്വന്തം അന്നം മുടക്കാൻ ഭരണകൂടം ശ്രമിച്ചാൽ അവസാന ശ്വാസം വരെയും അതിനെ എതിർക്കാൻ ഉണ്ട് എന്ന് ഉറക്കെ പറയാൻ അവർക്ക് വാക്കുകളോ മുദ്രാവാക്യങ്ങളോ വേണ്ട. നീതി തേടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യതലസ്ഥാനത്ത് എത്തിയ അവരുടെ കണ്ണുകളിൽ നിന്നും മുഖങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം പ്രതിരോധത്തിന്റെ ദൃശ്യഭാഷ. കർഷക സമരഭൂമിയായ സിംഗുവിൽ നിന്ന് ന്യൂസ് 18 സീനിയർ ക്യാമറാമാൻ ബിനു ബേസിൽ പകർത്തിയ ദൃശ്യങ്ങളോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.